ഇവിടെ നടന്ന ഈ വിഷയത്തെക്കുറിച്ച് ബിദ്അത്ത് ഇസ്ലാമികം അനിസ്ലാമികം എന്ന വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങളാണ് സംശയക്കാർക്ക് ചോദിക്കാം. അവരുടെ കയ്യിൽ ഇതിൻ്റെ പ്രവർത്തകർ മൈക്ക് കൊടുക്കും. അവർ ചോദിക്കാം. ആരും ബഹളം വെക്കരുത്. ചോദ്യങ്ങൾ വെറുതെ അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുത്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ തിരിയും മറുപടി ആയോ ഇല്ലേ എന്ന്. ആ സമയത്ത് നിങ്ങൾ നിർത്തണം. എല്ലാവർക്കും ചോദിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൈക്ക് കയ്യിൽ തരുന്ന പ്രവർത്തകർ തരുന്നവർ മാത്രം ചോദിക്കുക, മറ്റുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക. വെറുതെ ഒന്നുകൂടി ഉണർത്തുന്നു, വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, എന്തെങ്കിലും ചോദ്യങ്ങൾ, നമ്മുടെ വിഷയത്തിൽ പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് സമയം ദീർഘിപ്പിക്കരുത്. നമുക്ക് 2 മണി അതിൻ്റെ ഉള്ളിലായിട്ട് അവസാനിപ്പിക്കുകയും വേണം. സഹോദരങ്ങളെ, പ്രസിഡിയം ഇവിടെ ഉണർത്തിയതുപോലെ ചോദ്യോത്തര പരിപാടിയോട് എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. കാര്യമാത്ര പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു വിഷയത്തിലെ സംശയങ്ങൾ തീരുന്നതുവരെ ചോദ്യകർത്താക്കൾക്ക് ചോദിക്കാം. തുടർന്ന് മറ്റുള്ളവർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അനാവശ്യ ചോദ്യങ്ങളും സമയം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് തോന്നുന്ന പക്ഷം സംഘാടകർ മൈക്ക് ഓഫ് ചെയ്യുന്നതാണ്, മറ്റു ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരേ ആളുകൾ തന്നെ ചോദിച്ച് മറ്റുള്ളവരുടെ അവസരം നിഷേധിക്കരുത് എന്നും, ഒരു വിഷയത്തിലെ സംശയങ്ങൾ തീരുവോളം ഒരാൾക്ക് ചോദിക്കാം, മറ്റുള്ളവർക്ക് വീണ്ടും അവസരങ്ങളുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ ചോദിക്കാൻ സമയം അനുവദിക്കുന്നതാണ്. ചോദ്യകർത്താക്കളെ ചോദ്യത്തിനായി ക്ഷണിക്കുന്നു. ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച് ഇവിടെ മനസ്സിലാക്കിയ ബിദ്അത്ത്, വഹാബി പ്രസ്ഥാനം എന്താണ് ഈ ബിദ്അത്ത് കൊണ്ട് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, അവർ ഉദ്ധരിക്കുന്ന ബിദ്അത്തും സുന്നികൾ മനസ്സിലാക്കിയ ബിദ്അത്തും അതൊന്നും കൂടി ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ തരക്കേടില്ലായിരുന്നു. ഇനിയും പ്രസംഗിക്കാൻ കഴിയില്ല സുഹൃത്തെ. വിശ്വാസപരമായി പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾ മുബാഹ എന്നതിൻ്റെ പ്രമാണങ്ങളിൽ പെടുന്നതാണ് ഒരു പുതിയ ആചാരമെങ്കിൽ ആ ആചാരത്തിന് മുബാഹ എന്ന് വിധി കൽപ്പിക്കപ്പെടേണ്ടതും ഇസ്ലാം അംഗീകരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അത് ഇസ്ലാമികവുമാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൻ്റെ കാലത്ത് തറാവീഹ് നമസ്കരിച്ചതിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ബിദഅത്തുൻ ഹസന എന്ന്. ആവർത്തിച്ചു എടുത്തുദ്ധരിച്ചു 20 റക്അത്ത് എന്ന്. ആ ഉദ്ധരണിയിൽ നിന്ന് 20 റക്അത്ത് എന്നതിനുള്ള ഇബാറത്തൊന്ന് വായിക്കാമോ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നമസ്കാരത്തെ നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷപൂർവ്വം പറഞ്ഞു ഇത് ബിദഅത്തുൻ ഹസനയാണ്. അത് ആവർത്തിച്ച് 2 തവണ ഉസ്താദ് പറഞ്ഞു അത് 20 റക്അത്ത് നമസ്കരിച്ചതിനെ നോക്കിയെന്ന്.
20 റക്അത്ത് എന്നുള്ളതിൻ്റെ ആ അറബി ഇബാറത്തൊന്ന് വായിക്കാൻ പറ്റുമോ? 20 റക്അത്താണ് തറാവീഹ് നമസ്കാരമെന്നും ഉമർ എന്നവർ നിസ്കരിച്ചത് 20 ആണെന്നും 4 മദ്ഹബിൻ്റെയും ഇജ്മാ ആണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ പറയണം. അങ്ങനെ മൈക്ക് പറ്റൂ. മൈക്ക് അങ്ങനെ പിടിക്കുകയും മൈക്ക് ആവശ്യം കഴിയുമ്പോൾ കൊടുത്താൽ മതി. എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് 20 റക്അത്താണ് ഉമർ എന്നവർ നമസ്കരിച്ചത് എന്നത് ഉമർ എന്നവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ള മുഴുവൻ മുജ്തഹിദുകളും രേഖപ്പെടുത്തിയതും 4 മദ്ഹബിൻ്റെ ഇമാമുകളും ഉമർ എന്നവരുടെ നമസ്കാരം 20 റക്അത്തായിരുന്നുവെന്നും, അതായത് ഉമർ എന്നവരുടെ കാലത്ത് ജമാഅത്തായി തറാവീഹ് നമസ്കരിച്ചത് 20 റക്അത്തായിരുന്നുവെന്നും, അതുകൊണ്ട് തറാവീഹിൽ 20 റക്അത്തുണ്ടെന്നും 4 മദ്ഹബും ഏകോപിച്ച ഇജ്മാ ആണ്. ഇജ്മാ ആയ ഒരു കാര്യത്തിന് പ്രമാണം വേണ്ട, അത് തന്നെയാണ് പ്രമാണം. ഇജ്മാ വലിയ ഒരു പ്രമാണമാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ഖുർആൻ ഓതി തന്നാൽ ആ ഖുർആൻ ആയത്ത് പോലും ഖുർആനാണെന്നതിന് ഇജ്മാ വേറെ തെളിവ് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഖുർആനാണ് എന്ന് നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നാൽ അത് ആയത്താണ്, ഖുർആനിലെ വാക്യമാണ് എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇജ്മാ വേണം. ഇജ്മാനെ നിരാകരിച്ചാൽ ഖുർആനിലെ ആയത്ത് ഖുർആനാണെന്ന് കിട്ടൂല. ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് വായിച്ചു തന്നാൽ ആ ഹദീസ് ഇന്ന കിതാബിലാണ് എന്ന് പറഞ്ഞാൽ ആ കിതാബ് ഇന്ന ഇമാമിൻ്റേതാകുന്നു, ഉദാഹരണം ബുഖാരി എന്ന് വിവരിച്ചാൽ അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ പോലും പ്രമാണം ഇജ്മാ ആണ്. അപ്പം ഇജ്മാ എന്നതാണ് ഖുർആനും സുന്നത്തും, ഖുർആനാണ് സുന്നത്താണ്, ഇന്ന കിതാബുകൾ ഇന്ന ആരുടേതാണെന്ന് പറയാൻ പോലും പ്രമാണം. അത്തരം പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ നിസ്കരിച്ചത് 20 റക്അത്താണെന്നും തറാവീഹ് നമസ്കാരം 20 റക്അത്തുണ്ടെന്നുമുള്ള സംഗതി. ഞാൻ പറഞ്ഞത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുയെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന അമറ ഉമർ ബിൻ ഖത്താബ് അൻ തമീമുദ്ദാരി വ ഉബയ്യ് ബിൻ കഅബ് അല 11 റക്അ എന്ന് ഒരു റിപ്പോർട്ടിൽ സഹിയായി കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ ഉസ്താദ് ഒരു ഉദ്ധരണി ഉദ്ധരിച്ചു ആണ്, ഒരു കിതാബിൽ നിന്ന് ഉദ്ധരണി വായിച്ചുകൊണ്ടാണ് 20 റക്അത്തിനെ നോക്കി പറഞ്ഞു ആദാ ബിദഅത്തുൻ ഹസന എന്ന് ഉദ്ധരിച്ചത്. ആ ഉദ്ധരണിയിൽ നിന്ന് ആ 20 റക്അത്ത് എന്നുള്ളതിൻ്റെ പദമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആ ഇബാറത്തിൽ അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ 20 റക്അത്ത് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. അതേസമയം ബിദഅത്തുൻ ഹസന എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ പ്രശ്നം. ഞാൻ ആ ഉദ്ധരണിയിൽ ആ 20 റക്അത്ത് എന്നുള്ള സൂചന അതിലുണ്ടോ എന്നാണ് ചോദിച്ചത്. അതേസമയം ഈ ഉദ്ധരണി അമർ ഉമർ ബിൻ ഖത്താബ് അൻ തമീമുദ്ദാരി വ ഉബയ്യ് ബിൻ കഅബ് അല 11 റക്അ എന്നുള്ളൊരു ഉദ്ധരണി വേറെ ഉണ്ട്. അത് സഹിയായിട്ടുള്ള റിപ്പോർട്ടുമാണ്. അതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾ ആ ഉദ്ധരണിയിൽ മറ്റു പദം ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നല്ലോ മനസ്സിലായില്ല സുഹൃത്തെ. നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ച അമറ ഉമർ ബിനുൽ ഖത്താബ് ഉബയ്യ ബിൻ കഅബിൻ വ തമീമനി ദാരിയ എന്നത് ഇമാം മാലിക് എന്നവർ മുവത്ത എന്ന കിതാബിൽ ഉദ്ധരിച്ചതാണ്. ഇമാം മാലിക് എന്നവരുടെ മുവത്ത ഇമാം മാലിക് എന്നവരുടെ ഗ്രന്ഥമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിയും? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി ഇമാം മാലിക് എന്നവരുടെ ഗ്രന്ഥമാണ് മുവത്ത എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മൈക്കൊന്ന് കൊടുത്തേ. അങ്ങനെ നിങ്ങൾ പിടിച്ചാൽ മതി, ഈ മൗലവി പിടിച്ചാൽ മതി, ഒറ്റെന്ന് പറഞ്ഞാൽ മതി. ഉസ്താദ് ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് പറയും. നിങ്ങൾ ആ ഉദ്ധരണിയിൽ ആ പദം ഉണ്ടോ ഇല്ല എന്നുള്ള പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പ്രശ്നം തീർന്നില്ല. അങ്ങനെ പോരാ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകണം. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് തെറ്റിദ്ധരിച്ച സാധാരണക്കാർക്കും മനസ്സിലാകണം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ സംസാരിക്കരുത്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ സംസാരിക്കാതെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഈ ആയിരങ്ങൾക്ക് കേൾക്കണം, അവർക്കൊക്കെയും ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ഉമർ എന്നവർ 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിരുന്നതിനെ പറ്റിയാണ്. നിഅമത്തുൽ ബിദഅത്തു ഹാദിഹീന, നല്ല ബിദഅത്ത് എന്നാണ് എൻ്റെ വാചകം, അതല്ലേ? നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി എന്ന് ഉമർ എന്നവർ പറഞ്ഞത്. ഈ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലാണ്. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ നിഅമത്തുൽ ബിദഅത്തു ഹാദിഹി എന്ന വാക്യം ഉമർ പറഞ്ഞു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ കൂടി പ്രമാണമാണ് ഇജ്മാ. ആ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഉമർ എന്നവർ 20 റക്അത്താണ് നമസ്കരിക്കാൻ കൽപ്പിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്.
അതിലപ്പുറം നിങ്ങൾ മുവത്തയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് കേവലം ഒരു ഖബർ വാഹിദിൻ്റെ റിപ്പോർട്ട് മാത്രമാണ്. ഖബർ വാഹിദിൻ്റെ റിപ്പോർട്ട് 20 റക്അത്താണെന്നും ഉണ്ട്, മുവത്തയിൽ തന്നെയുണ്ട്. അതിനേക്കാൾ ബലമുള്ള ഖത്ഈയായ ഒരു ദലീൽ, ഗംഭീരമായ പ്രമാണമാണ് ഇജ്മാ എന്ന് ഞാൻ പറഞ്ഞത്. 4 മദ്ഹബിൻ്റെയും ഇജ്മാ ആവുന്നു ഉമർ എന്നവർ 20 റക്അത്താണ് നമസ്കരിക്കാൻ നിർദ്ദേശിച്ചതും അദ്ദേഹത്തിൻ്റെ കാലത്ത് നടപ്പായതും. തറാവീഹ് 20 റക്അത്ത് ഉണ്ട് എന്നതും ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇജ്മാ ആണ്. ഇജ്മായിനേക്കാൾ വലുതല്ല നിങ്ങൾ ഉദ്ധരിച്ച ആ ഉദ്ധരണി. നിങ്ങൾ ഉദ്ധരിച്ച ഹദീസിലെ ഉദ്ധരണി പോലെ 20 റക്അത്ത് കൊണ്ട് കൽപ്പിച്ചു എന്നും നിരവധി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ചിലത് സ്വഹീഹാണ്, ചിലത് സ്വഹീഹല്ല. സ്വഹീഹാണെങ്കിൽ തന്നെ അത് ഖബർ വാഹിദാണ്. ഖബർ വാഹിദിനേക്കാൾ വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് 4 മദ്ഹബിൻ്റെയും ഏകോപിച്ച ഇജ്മാ ആകുന്നു എന്ന്. നിങ്ങൾ അറബി പദം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിലും വലിയ പ്രമാണ പറഞ്ഞത്, അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നമസ്കരിച്ചതിനായി സഹീഹായ ഒരു ഉദ്ധരണി ഉദ്ധരിക്കാമോ? സ്വഹീഹായ ഹദീസിനേക്കാൾ പ്രബലമായ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത് സുഹൃത്തെ. അതിനെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു? ഇജ്മായിലും വലിയ സ്വഹീഹായ ഹദീസ് ഇല്ല. ഇജ്മാ ആണ് ഏറ്റവും വലിയ പ്രമാണം. ആ ഇജ്മാ കൊണ്ടാണ് ഖുർആനാണെന്ന് മനസ്സിലാവുക. ഇജ്മാ കൊണ്ടാണ് ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസാണെന്ന് മനസ്സിലാവുക. ഈ ഹദീസിന്റെ കിതാബുകൾ ആ ഇന്ന ആളുടെ കിതാബാണെന്ന് വ്യക്തമാവുക ഇജ്മാ കൊണ്ടാണ്. ആ വൻ പ്രമാണം ഞാൻ പറഞ്ഞു തന്നിട്ട് അതിലും ചെറിയ പ്രമാണമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഉദ്ധരിച്ച പ്രമാണത്തെ എതിർക്കാൻ പോകുന്നതല്ല നിങ്ങൾ ഉദ്ധരിക്കുന്ന ഖബർ വാഹിദിന്റെ ഹദീസ്. സംസാരിച്ചോളൂ. ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ച ആ റിപ്പോർട്ടിൽ 20 റക്അത്ത് എന്നുള്ള ഉണ്ടോ, അഥവാ അതെങ്ങനെ ഇബാറത്ത് അതിലുണ്ടോ? അത് ഞാൻ വായിച്ചിട്ടില്ല. നിഅമത്തുൽ ബിദ്അത്തു എന്ന് ഇമാം അവർകൾ പറഞ്ഞത് ഹാദിഹി എന്ന് പറഞ്ഞത് കാണിച്ചിട്ടാണല്ലോ. അത്രേ ഉള്ളൂ, അതിൽ 20 ഇല്ല. പറയുമ്പോൾ സംസാരിക്കില്ല. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് ബഹുമാനപ്പെട്ട ഉമർ എന്നവർ പറഞ്ഞത് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഇമാമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തറാവീഹിനെ പറ്റിയാണ്. ആ തറാവീഹ് 20 റക്അത്താണെന്ന് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, അതിനും വലിയ പ്രമാണമില്ല. ഓക്കെ, അടുത്തത് ഇത് കഴിഞ്ഞാ എന്നാ പിടി, ഇനി മറ്റൊരാൾക്ക് കൊടുക്കും. ഇനി മറ്റൊരാൾക്ക് കൊടുക്കാം. ഇനി മറ്റൊരാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവസരമുള്ളൂ. പലരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലരും മൈക്ക് പിടിച്ചിട്ട് മറ്റുള്ളവരെ ചോദിക്കാൻ അനുവദിക്കാതെ പല വഴിയിലേക്കും ചോദ്യങ്ങൾ വഴിതിരിച്ചു വിടുന്ന അനുഭവം ചില നേർക്കുനേർ പരിപാടികളിൽ നിന്ന് നടന്നതായി ബോധ്യപ്പെട്ടതുകൊണ്ടും പലരും അത് ചൂണ്ടിക്കാണിച്ചതുകൊണ്ടുമാണ് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നിയന്ത്രണം. സംശയമുള്ള ആളുകൾ ഈ വിഷയകമായത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടതുപോലെ വിശദീകരണം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇസ്ലാമിൽ ബർത്ത്ഡേ കഴിച്ച് അന്നദാനം നടത്തുന്നതിനുള്ള വിധി എന്താണ്? ബർത്ത്ഡേ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് 1 വയസ്സാവുമ്പോൾ സന്തോഷത്താൽ അന്നദാനം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നോ? അവനവന് കുട്ടി അല്ലാഹു തആല നൽകിയ അനുഗ്രഹം എന്ന നിലക്ക് ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്താനെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് അനുവദനീയമാണ്. അത്തരം ദാനകർമ്മങ്ങളോ പോലത്തെ ഇസ്ലാമിക കർമ്മങ്ങളായാൽ അതിൻ്റെ വിധി ഉണ്ടാവും. അതിന് ഉദാഹരണം, നിങ്ങളൊരു സാധുവിന് ചോറ കൊടുക്കുന്നതെങ്കിൽ ആ ദാനം ചെയ്ത വിധി ഉണ്ടാവും. ഈ രീതിയിൽ പറ്റും. എൻ്റെ കുട്ടിയുടെ ഇതേ രീതിയിലുള്ള ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ദീനിയായൊരു കർമ്മമല്ല നമ്മൾ നടത്തുന്നത്. നമ്മളൊരു അനുഗ്രഹത്തെ ഓർക്കുകയാണ്. ഈ അനുഗ്രഹത്തെ ഓർത്തിട്ട് ചെയ്യുന്ന കർമ്മം ഏതാണെന്നാ നോക്കുക. അത് നിങ്ങൾ സ്വതക്കയാണ് ചെയ്യുന്നതെങ്കിൽ സുന്നത്താവും, അനുവദനീയമായ കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ അനുവദനീയമാവും, ഹറാമായ കാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ ഹറാമാകും. അങ്ങനെ വരും. ബർത്ത്ഡേ എന്നുള്ള പേരിൽ ഹറാമും വരും. ഹറാമായ കാര്യങ്ങളും പലരും ചെയ്യുമല്ലോ. അപ്പം ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിയാണ് കർമ്മശാസ്ത്രപരമായി അതിൻ്റെ വിധി പറയുക. ഉബയ്യബിന് കാബിനെ തൊട്ട് ധരിച്ച ഹദീസിൽ നിയമത്തിൽ വിദഗ്ധ എന്ന് പറഞ്ഞല്ലോ, അത് എന്തിനെ സംബന്ധിച്ച വിദഗ്ധ എന്ന് പറഞ്ഞ സംശയമുണ്ട്. ആ ജമാഅത്താളുടെ നിസ്കാരത്തെ സംബന്ധിച്ചോ എന്തിനെ പറ്റിയാന്ന് മനസ്സിലായി? അത് ആ രൂപത്തിൽ പ്രത്യേകമായി ഒരു ഇമാമിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന എല്ലാം കൂടിയതിനെ പറ്റിയാണ് നാം മുഴുവൻ കൂടി വിലയിരുത്തിയാൽ മനസ്സിലാകാം. ഒരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഉമർ എന്നവർ റമദാൻ അവസാനം വരെ നടപ്പാക്കിയ ആ രീതി നോക്കിയിട്ടാണ് അതിനെപ്പറ്റി ബിദ്അത്ത് എന്ന് പറഞ്ഞത് എന്നാൽ എല്ലാ വിവരണങ്ങളിൽ നിന്നും കൂടി മനസ്സിലാവുക.
അങ്ങനെ റസൂലിന്റെ കാലത്ത് അങ്ങനെ നടന്നില്ല. റസൂലിന്റെ കാലത്ത് അതുപോലെ നടന്നിട്ടില്ല എന്നർത്ഥം അല്ലേ? റസൂലിന്റെ കാലത്ത് 3 ദിവസം മാത്രമേ നിസ്കാരം നടന്നിട്ടുള്ളൂ. അതിന്റെ റക്അത്തുകൾ എത്രയാണെന്ന് കൃത്യമായി വ്യക്തമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ റക്അത്തുകളുടെ എണ്ണവും ഇമാമിന്റെ നേതൃത്വത്തിൽ ആകലും റമദാൻ അവസാനം വരെ ആകലുമുള്ള ഈ എല്ലാം കൂടി ചേർന്ന ആ രൂപം ഉമർ എന്നവരുടെ കാലത്ത് ഉണ്ടായതാണ് എന്നുള്ളതാണ് ബിദ്അത്ത്. അങ്ങനെ മനസ്സിലാക്കുക. പ്രമാണങ്ങൾ മുഴുവൻ വായിച്ചാൽ റക്അത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് റക്അത്തുകളുടെ എണ്ണം ആ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ മാത്രമല്ല, ചിലരങ്ങനെയും പറഞ്ഞവരുണ്ട്. റക്അത്തിന്റെ എണ്ണം 20 നിസ്കരിച്ചത് ഉമർ എന്നവരുടെ കാലത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ ചില ഇമാമുകളും ഉണ്ട്. അതിലേക്ക് മാത്രം സൂചന നൽകിയിട്ടാണ് നിഅമത്തുൽ ബിദ്അത്ത് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ നല്ല വിധത്തിലുള്ള ഈ അമല് ഒരു മുൻകത്തിയായതായിരിക്കും റസൂൽ മുതൽ ഉമർ വരെ, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെയല്ല, പ്രമാണത്തിൽ അടിസ്ഥാനം സ്ഥിരപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് തിരിയും. നബി റമദാനിന്റെ 3 രാത്രികളിൽ നിസ്കരിച്ചു, അതിൽ ജമാഅത്തു നടന്നു എന്നതുകൊണ്ട് അത് അടിസ്ഥാനപരമായി ഖിയാമു റമദാൻ പ്രത്യേകമായി ജമാഅത്തായിട്ട് നിസ്കരിക്കാമെന്ന് സ്ഥിരപ്പെട്ടു. അത് എത്ര റക്അത്താണ് എന്നുള്ളത് തെളിഞ്ഞതും മുഴുവനായി ഇമാമിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കണം എന്ന് വന്നതുമൊക്കെ ഉമർ എന്നവരുടെ കാലത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് വന്ന എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് പറഞ്ഞത് എന്ന എല്ലാ പ്രമാണങ്ങളും ചേർത്ത് വായിച്ചാൽ മനസ്സിലാവുക. അസ്സലാമു അലൈക്കും. ഉസ്താദ് വിഷയാവതരണത്തിൽ പറഞ്ഞു മക്കയും മദീനയും ബിദഅകളുടെ കേന്ദ്രമാണെന്ന്. അത് യഥാർത്ഥത്തിൽ ബിദഅകൾക്കൊരു അഭിമാനവും സുന്നികളായ നമുക്ക് ഇസ്സത്തിനൊരു കുറവുമല്ലേ? നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു. അതൊന്നുമില്ല, ഇപ്പം നടക്കുന്നത് വഹാബികളുടെ ഭരണമാണ് എന്നേ ഉള്ളൂ. മക്കത്ത് നടക്കുന്നതൊക്കെ നടന്നാലും നമുക്കൊരു അപമാനമല്ല. ഇനി കഅബ പൊളിക്കുവാടെ അബിസീനിയക്കാരനായ ഒരാൾ കഅബന്റെ കല്ല് ഓരോന്ന് എടുത്ത് പൊളിക്കുമ്പോൾ ആരും അരുത് എന്ന് പറയാനുണ്ടാവില്ല എന്ന് നബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അത് മക്കയിൽ നടക്കുന്നതും നമുക്ക് അപമാനമല്ല, അത് അള്ളാഹുവിൻ്റെ ദൃഢമായ നിശ്ചയമാണ് ഖിയാമത്ത് നാളിനോട് ബന്ധപ്പെട്ട്. അതിലേക്ക് വഴിയൊരുക്കാൻ വിശ്വാസം കുറഞ്ഞ കുറച്ച് കൂട്ടരപ്പം അടുത്ത കാലത്തായി അള്ളാഹു താല അവിടെ അനുവദിച്ചതാണ്. ഇപ്പോൾ നമുക്ക് അഭിമാനാകാനേ ഉള്ളൂ വഴി. ഹലോ, പിന്നെ സാധാരണ നമ്മളെ സുന്നി പള്ളികളിൽ കാണുന്ന ഒരു ബിദ്അത്തുണ്ട്. അത് ബിദ്അത്തുൽ ളലാലയാണോ ബിദ്അത്ത് ഹസനത്താണെന്ന് അറിയാനാണ് എൻ്റെ ചോദ്യം. സാധാരണ വെള്ളിയാഴ്ച പിന്നെ ഖുതുബക്ക് പിന്നെ 2-ാം ബാങ്ക് വിളിച്ചതിൻ്റെ ശേഷം മിമ്പർമ കയറിയതിൻ്റെ ശേഷം ഒരു ഖുതുബ 1-ാം ഖുതുബ സ്വഹീഹാകാനുള്ള ഷർത്തും ഫർളൊക്കെ ആ പിന്നെ ഖതീബ് കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരോട് ചോദിക്കും. പിന്നെ മൂപ്പര് മലയാളത്തിൽ പ്രസംഗിക്കും, പിന്നെ ഖുതുബനെ മടക്കും. പക്ഷെ ഖുതുബനെ മടക്കുന്ന വിഷയമല്ല ഞാൻ ചോദിക്കുന്നത്. ഖുതുബ ഒരു 1-ാം ഖുതുബ സ്വഹീഹാകാനുള്ള ഷർത്തും ഫർളൊക്കെ ആയി ഖതീബ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം പിന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാനൊരു പ്രസംഗമാണ് പ്രസംഗിക്കുന്നത് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു പ്രസംഗമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ ഒരു ഖുതുബ സ്വഹീഹാകാനുള്ളതൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ മൂപ്പര് പറയാത് ഞാൻ ഖുതുബ അല്ല, ഞാനൊരു പ്രസംഗമാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെയാണ് ഞാൻ ഖുതുബയിലേക്ക് കടക്കുന്നത്. ഇത് ബിദ്അത്ത് ഹസനത്താണോ ബിദ്അത്തുൽ ളലാലയാണോ എന്നാണ് അറിയുന്നത്. അത് നമ്മുടെ ഇമാമുകളുടെ ഫത്വയിൽ വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. 2-ാമത്തെ ബാങ്ക്, അതായത് ഇമാമ് മിമ്പറിൽ കയറിയ ശേഷമുള്ള ബാങ്ക് കൊടുത്ത ശേഷം നേരിട്ട് ഖുതുബയിൽ പ്രവേശിക്കാത്തതിനെ സംബന്ധിച്ച് ബിദ്അത്ത് മുങ്കറത്ത് എന്ന് മീഞ്ചന്തയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഐക്യകണ്ഠേനയുള്ള പ്രമേയത്തിൽ പറയപ്പെട്ടത് വരും നിങ്ങൾ ഈ പറഞ്ഞത് ബിദ്അത്ത് മുങ്കറത്ത്. എന്നാൽ ശാഫി മദ്ഹബ് പ്രകാരം നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള, അതായത് ഖുതുബ പിന്നെ ഫർളുകൾ മടക്കിയിട്ട് അതിൻ്റെ മുൻപ് കുറേ പ്രസംഗിക്കുന്ന രൂപം ഖിലാഫു സുന്നത്ത് എന്ന പേരിൽ ബിദ്അത്ത് മുങ്കറത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കറാഹത്ത് എന്ന വിധിയിൽ ഒതുങ്ങുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകളുടെ വിശദീകരണത്തിൽ ഫത്വകളിൽ വിശദമാക്കപ്പെട്ടിട്ടുണ്ടത്. അപ്പോൾ ബിദ്അത്ത് ഏതാണെന്ന് തിരിയാൻ ബിദ്അത്ത് മുങ്കറത്ത് എന്ന് ബഹുമാനപ്പെട്ട മീഞ്ചന്ത പ്രമേയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാസാക്കിയിട്ടുള്ളതാണത്. അവിഭക്ത സമസ്ത, ഇന്നത്തെ ഗ്രൂപ്പൊന്നും അന്നില്ല. അതിൻ്റെ ശേഷം അതിൻ്റെ വിധി ചോദിച്ചുകൊണ്ട് സമസ്തക്ക് കത്ത്, ആ വിധിയെ വ്യക്തമാക്കുന്ന ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള ഫത്വ ആവശ്യപ്പെട്ടതനുസരിച്ച്
വണ്ടൂരിലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ ഖുതുവത്തുൽ മുഹഖിഖീൻ ഷെയ്ഖുന അൽ മർഹൂം സദഖത്തുല്ലാഹ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകൾ എഴുതിയ ഫത്വയാണ് അൽബയാനിലെ ഫത്വ എന്ന പേരിൽ പ്രസിദ്ധമായ ഫത്വ. അന്നത്തെ സമസ്തയുടെ അൽബയാൻ മാസികയിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഫത്വായിൽ ഖുത്വ പരിഭാഷയുടെ വിവിധ ഇനങ്ങളും ആ ഇനങ്ങളിൽ നിങ്ങൾ ചോദിച്ച ഇനവും വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ഇനത്തെപ്പറ്റി ആ ഫത്വായിലുള്ള വിധി അത് കറാഹത്താകുന്നു എന്നാണ് ഷാഫി മദ്ഹബ് അനുസരിച്ച്. ആ വിഷയം കഴിഞ്ഞില്ലേ? ഈ വിഷയം കഴിഞ്ഞോ? ഒരു ചോദ്യം കൂടി. അത് ചോദിച്ചോളൂ. ഇത് മാത്രം ഇതായിട്ടുള്ള അനുബന്ധമാണെങ്കിൽ ചോദിച്ചോളേ. പിന്നെ അതിപ്പോ ഖുതുബ മുപ്പര് പറഞ്ഞൊരു ഖുതുബയുടെ എല്ലാ ഷർത്തും ഫർളും അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് ഫാസിദായിട്ടാണ് മൂപ്പര് രണ്ടാം ഖുതുബ മടക്കുന്നത്. നേരെ മറിച്ച് ഒരു പ്രസംഗമാണെങ്കിൽ വിരോധമല്ല. പക്ഷെ ഖുതുബയുടെ ഷർത്തും ഫർളും അതിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഖുതുബക്ക് നിയ്യത്ത് നിർബന്ധമല്ലല്ലോ. അപ്പൊ ഈ നിയ്യത്ത് നിർബന്ധമില്ലാത്തൊരു സംഗതി ഖുതുബ അല്ലാന്ന് അദ്ദേഹം കരുതുമ്പോൾ അതൊരു പ്രസംഗം ആകലെങ്ങനെ ഷാഫി മദ്ഹബ് പ്രകാരം? നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് മീഞ്ചന്ത പ്രമേയത്തിനെ തുടർന്നുണ്ടായ ഇതിൻ്റെ ഫത്വായിൽ താജുൽ ഉലമ സദഖത്തുല്ലാഹ് മുസ്ലിയാർ അവർകൾ ഫത്വ ചെയ്തിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം ഇതൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആദ്യം കൊണ്ടുവരുന്നത് ബാങ്ക് കഴിഞ്ഞിട്ടാണ്. അറബി ഭാഷയിലുള്ള ഷർത്തും ഫർദൊക്കെ കൊണ്ടുവരും. അതൊക്കെ കൊണ്ടുവന്നതിൻ്റെ ശേഷം തന്നെ അൽഹംദുലില്ലാഹ് സുദീർഘമായിട്ടുണ്ടെങ്കിൽ ഫർള് മടക്കും. അല്ലെങ്കിൽ ദീർഘമായോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ അല്ലെങ്കിൽ ശങ്ക തോന്നിയിട്ടോ അത് നീക്കാൻ വേണ്ടിയിട്ട് ഫർള് മടക്കും. ഇതൊക്കെ വിശദീകരിച്ചിട്ട് തന്നെ ഇത് കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ അവരുടെ ഫത്വയുണ്ട്. ആ ഫത്വയിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വിശദമായി പഠിക്കണമെങ്കിൽ ഖുതുബ ഭാഷയും പരിഭാഷയും എന്ന പേരിൽ എൻ്റെ ഒരു മലയാളത്തിലെ പുസ്തകമുണ്ട്, IPS പ്രസിദ്ധീകരിക്കുന്നത്. അത് വാങ്ങിയാൽ അതിൽ വിശദമായിട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ആ ഫത്തവ 5ാം വാള്യത്തിൽ ഈ വിഷയം കണ്ടു. പിന്നെ അതിലൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ മിമ്പർമക്കാര്? അപ്പൊ അതിൽ കൊടുത്ത സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്താണ് എന്നാണ്. അപ്പൊ ഇമാം റാസിനെ പോലത്തെ പണ്ഡിതന്മാരെയൊക്കെ സുന്നത്തിന് വിരുദ്ധം ചെയ്യൽ ഹറാമാണ് എന്ന് പറഞ്ഞതും കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കറാത്തും ഹറാമും കൂടി നമുക്ക് സംയോജിക്കുന്നത്? അങ്ങനെയല്ലോ പറഞ്ഞത്. അതാണ് ഖിലാഫു സുന്നത്തി എന്നാണ് സുന്നത്തിന് വിരുദ്ധമായത് എന്ന് പറഞ്ഞ ഹുക്മ്. ഖിലാഫു സുന്ന മുബാഹിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹുക്മ്. ചിലപ്പോൾ ഫുഖഹാവ് വിവരിക്കുന്ന ഒരു ഭാഷയാണ് ഖിലാഫു സുന്ന. അപ്പോൾ അതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിധി ഖിലാഫു സുന്ന, അതിൻ്റെ പരിഭാഷയാണ് സുന്നത്തിന് വിരുദ്ധമായത്. അപ്പോൾ സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്ത് മുൻകറത്താകുന്നു എന്നാണ് കർമ്മശാസ്ത്ര വിധിയിൽ പറയുന്ന ഖിലാഫു സുന്ന. നിങ്ങൾ റാസിയിൽ പറയുന്നത് മുഖാലിഫുല്ലി സുന്നത്തായ ബിദ്അത്ത് എന്നതിൻ്റെ പ്രയോഗ. അവിടുത്തെ സുന്നത്ത് അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഒപ്പം കൂട്ടുന്ന പ്രമാണമായ സുന്നത്താണ്. അപ്പോൾ പ്രമാണമായ സുന്നത്തിന് വിരുദ്ധമായ കർമ്മം ഉണ്ടാക്കിയാൽ അത് അടിസ്ഥാനപരമായി ഹറാം എന്നാ റാസി പറയാം. ഇതിനെപ്പറ്റിയെന്നല്ല എവിടെയും. സുന്നത്തിന് വിരുദ്ധമായ ബിദ്അത്ത് എന്ന് പറയുമ്പോൾ ഖുർആന്റെ കൂടെ കൂട്ടുന്ന പ്രമാണമായ സുന്നത്ത് എന്നാണ് ഉദ്ദേശമെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വിരുദ്ധമായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിദ്അത്തായാന്നാ. അപ്പോൾ വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ചോ സമാന കാര്യത്തെക്കുറിച്ചോ അങ്ങനെ പറയുള്ളൂ. എൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വിവരിക്കുന്ന ഫത്വകളിലോ ഗ്രന്ഥങ്ങളിലോ ഒക്കെ പറയുന്ന ഖിലാഫു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫുഖഹായിൻ്റെ വിധിയിലുള്ള ഖിലാഫു സുന്നത്താണ്. അതിൻ്റെ അർത്ഥം പുണ്യം കിട്ടുന്ന സുന്നത്തിൻ്റെ മാറ്റം. അത് രണ്ടാണ്. മുഖാലിഫുല്ലി സുന്നത്തി എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും എന്ന് പറയുന്ന സുന്നത്തിന് വിരുദ്ധമായത് എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങൾ ഉദ്ദേശിച്ച റാസിയിലെ ഇബാറത്തൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത് ഖിലാഫു സുന്നത്തായ ഒരു കർമ്മമാകുന്നു, അത് ബിദ്അത്തുമാകുന്നു, ബിദ്അത്ത് മുൻകറത്ത് എന്ന് സമസ്ത പാസാക്കിയതുമാകുന്നു എന്നാണ് പറഞ്ഞത്. അവിഭക്ത സമസ്ത. ഈ വിഷയമാണെങ്കിൽ തുഫയില് അത് കറാഹത്താണെന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ 2ാം ബാങ്കിന്റെ ശേഷം പള്ളിയിൽ വെച്ച് പ്രസംഗിക്കേണ്ട ഒരു ഹുക്മ് കറാഹത്താണെന്ന് കാണുന്നുണ്ട്. അങ്ങനല്ല, ഖിലാഫു സുന്നത്തിനെ തെളിയിക്കാൻ കഴിയുള്ളൂ എന്നാ നമ്മുടെ ബന്ധത്തിലും മറ്റിലൊക്കെ തുഫയിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. തുഫയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വായിക്കുക, അപ്പം പറയാം. അതെ, ഞാൻ ഈ വാർത്ത കൊണ്ട് നോക്കട്ടെ. അതല്ല, പിന്നെ അപ്പൊ അത് മന്നാദി അമ്രിന ഹാദാമാലേശം ഇന്ന് റദ്ദുൻ എന്നുള്ളതിൽ ഉൾപ്പെടുത്തിക്കാണ്ട് ഒഴിവാക്കിക്കൂടെ? അത് വിദേഹത്ത് മുൻകറത്തായതുകൊണ്ട് ഒഴിവാക്കണമെന്നാണ് അവിഭക്ത സമസ്തന്റെ പ്രമേയം. അതിലെന്താ കേസ്? ഇവിടെ ഹുക്കുമ് പറയുമ്പോൾ കർമ്മശാസ്ത്ര വിധിയെ പറഞ്ഞുവിടൂ. വിദേഹത്ത് മുൻകറത്തായതുകൊണ്ട് ഒഴിവാക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ആഹ്വാനം ഉദ്ധരിക്കുന്നവരാണ് നമ്മൾ. പിന്നെ ചെയ്യണവരോട് ഒഴിവാക്കിക്കൂടെ നിങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്യണവരോടല്ല പറയണ്ടേ. അതല്ല, എവിടെയാ ചെയ്യുന്ന വെച്ചാൽ ഓരോട് പോയി പറയും വിദേഹത്ത് മുൻകറത്ത് ഒഴിവാക്കേണ്ടതല്ലേ. ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ, ഞാനത് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് അല്ല, ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങളിപ്പോ സംസ്ഥാനത്തെ ഞാനൊരു സംസ്ഥാനക്കാരനാണ്, അതുകൊണ്ട്
വേറെ ചോദിച്ചോളി. സംസ്ഥാനക്കാരനായ ചോദ്യത്തിന് വേറെ ചോദിച്ചു. ആ സംസ്ഥാനന്റെ ഉലമാക്കൾ അത് പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. സംസ്ഥാനന്റെ ഉലമാക്കളല്ല ഞാൻ നിങ്ങളോട് വിവരിക്കുന്നത്. അവിഭക്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മീൻചന്ത പ്രമേയത്തിലെ ബിദ്അത്ത് മുൻകറത്ത് എന്ന പ്രമേയത്തെ വിശദീകരിക്കാൻ സമസ്ത മുശാവറയിലേക്ക് ചോദ്യം വന്നപ്പോൾ ഷാഫി മദ്ഹബിലെ അതിൻ്റെ വിധി എന്താകുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായി അതിൻ്റെ വിധി വിവരിച്ചുകൊണ്ട് എൻ്റെ അഭിമന്യ ഗുരു സംസ്ഥാനയുടെ സ്ഥാപക നേതാവ് താജുൽ ഉലമ ഷെയ്ഖുന അവർകൾ 945 എഴുതിയ ഫത്വയാണ് അൽബയാനിലെ ഫത്വ എന്നറിയുന്ന ഫത്വ. ആ ഫത്വയിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അനുയായികളും ഉൾക്കൊള്ളുന്ന സംസ്ഥാനക്കാർ. അതിന് വിരുദ്ധമായിട്ടൊന്നും അതിലില്ല. അതേ വിധി തന്നെയാണ് ഖിലാഫു സുന്ന എന്ന് വിധി കൽപ്പിച്ചാലും വരിക, കുഴപ്പമില്ല. നിങ്ങൾ പറയുന്ന കറാഹത്താണ് തുഫയിലുള്ളത് കണ്ടെങ്കിൽ എത്ര സുഖമായിരുന്നു നിങ്ങൾ അങ്ങനെ പറയാന്. ഞാൻ ഒരു ഇബാദത്ത് കണ്ടേക്കണേ, നിങ്ങൾ മൈക്ക് ഉപയോഗിച്ചാൽ തന്നെ പറയും, അങ്ങനെ പറ്റില്ല. അതായത് പള്ളിയുടെ പുറത്താണെങ്കിൽ ഹറാമും പള്ളിയിൽ വെച്ചാണ് ഒരു കഷ്ണം വായിക്കാൻ എന്നിട്ട് അതാണ് പറയാലേ. നല്ല കോളങ്ങള്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ജുമായിലേക്ക് വിളിക്കപ്പെടുന്ന ഫസ്ഔ ഇലാ ദിക്രില്ലാ എന്ന ആയത്തിനെ തുടർന്ന് ജുമായിലേക്ക് വിളിക്കപ്പെടുന്ന ബാങ്ക് വിളിക്കപ്പെട്ടാൽ സഅയിനെ തൊട്ട് ജോലിയാകൽ അത്തശാവുലു അനി സഅയി ഇലൽ ജുമുഅത്തി, ജുമുഅയിലേക്ക് സഅയി ചെയ്യുക എന്നതിനെ തൊട്ട് ജോലിയായിക്കൊണ്ടിരിക്കുന്ന മുദാക്കറത്തുൽ ഇൽമും തദ്കീറൊക്കെ ആണെങ്കിൽ അത് കറാഹത്താകുന്നു. പള്ളിൻ്റെ അകത്തും പള്ളിൻ്റെ പുറത്തൊക്കെ ആവുന്നു എന്നാണ് ആ ഇബാറത്തിലുള്ളത്. സഅയി ചെയ്ത് പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകളോട് നടത്തുന്ന ഖുതുബനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഖുതുബക്ക് വന്ന ജുമാക്ക് വന്ന ആളുകളോടുള്ള ഖുതുബനെ സംബന്ധിച്ച അദീപര അതിൽ സംസാരിക്കുന്നത് ഖുതുബയിലേക്കും ജുമായിലേക്കും സഅയി ചെയ്യലിനെ തൊട്ട് അതിനും വിട്ട് നിരതരായി മറ്റു ജോലിയിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചാണ്. അത് കറാഹത്താവുന്നു എന്ന് അതിലുണ്ട്. ശരിയാ? ഇബാദത്താണെങ്കിലും സഅയ്യുൻ അനിൽ ജുമയെ തൊട്ട് ജോലിയായിട്ടാണെങ്കിൽ പറ്റൂല. അതിന്റെ വിശദീകരണത്തില് ഷെർവാനിയിൽ ഉദ്ധരിച്ചതാണ് നിങ്ങൾ വായിക്കുന്നത്. ആയിക്കോട്ടെ, തുഫീന്നും അതിന്റെ വാക്യാണിത്. അതേറ്റ് ബന്ധപ്പെട്ടത് മാത്രമാണ് അതിന്റെ വിഷയം. എന്നിട്ട് പറയാണ് ഇൽമ കൊണ്ട് ജോലിയാകലും അബൽ എന്തൊക്കെ കൊണ്ടുവരേണ്ടത് യസ്തഖിൽ അവിടെ പിന്നെ സ്വലാത്തും അൽക്കഫുമാണ് കൊണ്ടുവരേണ്ടത്. ഒരു ഇൽമ ഒരു ഇബാദത്തായ ഇൽമാണെങ്കിൽ പോലും അത് കറാത്താവുന്ന പറയുന്നത്. സഅയിനെയും വിട്ട് ജോലിയായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇബാദത്താണ് എന്നതിനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറെ ഇബാദത്ത് തന്നെ ഈ പ്രസംഗത്തെ പറ്റി ഇബാദത്ത് എന്നറിയില്ല അവിടെ ഫുഖഹ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക പോലുള്ള ചില കർമ്മങ്ങൾക്കാവലും ഇബാദത്ത് എന്നറിയാം. മനസ്സിലായോ? നിങ്ങളാ പറയുന്ന അനുസരിച്ച് ഒരാൾ വാക്ക് കൊടുത്ത് ജുമാക്ക് വന്നിട്ട് പള്ളിയിൽ വന്ന് എന്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ അതും കറാഹത്താണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല ഇത് പറഞ്ഞു. അതിൽ സഅയിനും വിട്ട് ജോലിയാകുന്നവർക്ക് ആ വിഷയത്തിൽ ബന്ധപ്പെട്ട വാക്കാണ് ആ ഇബാറത്ത്. അത് ഇബാറത്ത് ഇവിടെ ശരിക്കുണ്ട്, മുഹാജൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. ഖതീബിനും ഖതീബ് അല്ലാത്തവർക്കും ഒക്കെ അതിനെപ്പറ്റി നിങ്ങൾ ആ പറഞ്ഞ ഇബാറത്തടക്കം ഖുതുബ ഭാഷയും പരിഭാഷയും എന്ന് എൻ്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് വായിക്കുക സുഹൃത്ത്. നിങ്ങളൊരു കണ്ടം ചോദിച്ചാൽ ഈ സമയം വെറുതെ പോവുകയാണ്. കാരണം നിങ്ങൾ എവിടെയോ കണ്ടൊരു കണ്ടം കുറിച്ചുകൊണ്ടെന്നാണ്. ഞാൻ അത്യാവശ്യം ആ ഭാഗമൊക്കെ നല്ല വായിച്ച് പഠിച്ച ആളുമാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങൾ തിരിയുന്ന മൂല്യരായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് പഠിക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പുസ്തകമുണ്ട് ഖുതുബ ഭാഷയും പരിഭാഷയും, അത് വായിച്ചിട്ട് നല്ലോണം മനസ്സിലാക്കിയിട്ട് പിന്നെ ബിദ്അത്ത് മുൻകറത്താകുന്നു എന്ന് സമസ്ത പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ പറയാം. ബിദ്അത്ത് മുൻകറത്തും നല്ലതല്ലാത്തതുമാണ്, അതുകൊണ്ട് ഒഴിവാക്കണമെന്നും സമസ്ത അവിഭക്ത സമസ്തയുടെ മീജന്റെ പ്രമേയത്തിലുണ്ട്. അതിൽ ഒരു വരി കൂട്ടണ്ട, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും. സതഫ്തലികു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ ഖൗമൻ വാഹിദ ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വഅസ്ഹാബിഹി. അവിടെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ 72 വിഭാഗം കാലാകാലം നരകത്തിൽ കിടക്കുമെന്നാണോ? അല്ല, അല്ലെങ്കിൽ കുറച്ചു കാലം നരകത്തിൽ കിടന്ന് പിന്നെ സ്വർഗത്തിലേക്ക് വരുമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഒന്നുള്ളത് സ്വഹാബത്ത് ചെയ്തത് ഇതിന് തെളിവാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് രണ്ടാമത്തെ ഖുത്ബ കൊടുക്കുന്നത്, അല്ല രണ്ടാമത്തെ ബാങ്ക് നടപ്പിലാക്കിയത്. അത് ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൻ്റെ കാലത്ത് നബിദിനുണ്ടോ? അതിനെന്താ തെളിവാണ്? റസൂലുള്ള പറഞ്ഞ മാ അന. നിങ്ങൾ ചോദിക്കും, ഒരു ചോദ്യം ചോദിച്ചിട്ട് നിർത്തി അത് നമ്മൾ മറുപടി പറയാം. ഒരു വീർപ്പില്ലെന്നാറ്റ് ചോദിച്ചാൽ എങ്ങനെ സംസാരിക്കാം? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ?
നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കി അതിന്റെ മറുപടി. 72 വിഭാഗം നരകത്തിൽ എന്ന് പറഞ്ഞത് അത് കാലാകാലം നരകത്തിലാണോ അതോ കുറച്ചു കാലം നരകത്തിൽ കടന്ന് പിന്നെ കൊടുക്കും? പിന്നെ മൈക്കാൾ കൊടുക്കും. 73 പാർട്ടികളും ബിദ്അത്തിന്റെ പാർട്ടികളാകുന്നു എന്നാ റസൂലുള്ള ആ ഹദീസിൽ വിവരിച്ചത്. ബിദ്അത്ത് എന്നത് വൻ പാപമാണ്, വൻ പാപം കബീറത്ത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത സർവ്വ മുസ്ലിമീങ്ങളും മുവഹിദീങ്ങളും ശാശ്വതമായി നരകത്തിൽ കടക്കുകയില്ലെന്നത് ഇസ്ലാമിൻ്റെ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സുബൂത്തായ സ്ഥിരപ്പെട്ട പ്രമാണമാണ്. അതൊരു വിശ്വാസ തത്വ. വലം യബ്ഖ ഫീ നാരിൽ ജഹീമി മുവഹിദു വലൗ ഖാതലൻ നഫ്സൽ ഹറാമ തഅമ്മുദ. ഒരു മനുഷ്യനെ കൊന്നാൽ പോലും വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരു വിശ്വാസിയെ കൊന്നാൽ അതിൻ്റെ ജസാ ജഹന്നമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞ ആ കുറ്റം ചെയ്താൽ പോലും മുവഹിദായ മൂമിനായ ഒരു മുസ്ലിം നരകത്തിൽ ശാശ്വതമായി കടക്കുകയില്ല എന്ന് വിശ്വസിക്കൽ അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിൽപ്പെട്ട ഒരു അഖീദയാകുന്നു. നമ്മുടെ കിതാബിലൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സുബൂത്താക്കിയിട്ടുണ്ട്, സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബിദ്അത്ത് എന്ന മഹാപാപം ചെയ്തിട്ടുള്ള, ബിദ്അത്ത് എന്ന മഹാപാപം വിശ്വാസത്തിൽ വന്നിട്ടുള്ള ബിദ്അത്തിന്റെ അഹ്ലുകാരും അതിൻ്റെ ശിക്ഷ കഴിയോളം നരകത്തിൽ കടക്കുന്നതാണ് ആ ഹദീസിന്റെ താല്പര്യം എന്ന് ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സംശയം തീർന്നോ? ഈ സംശയം തീർന്നോ? ഇനി വേറെ ആരെയും സംശയം ഉണ്ടോ നോക്കട്ടെ. ഇനി ഒരാൾക്ക് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇതേ സംശയം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാൾ കഴിഞ്ഞിട്ട് തരും. അസ്സലാമു അലൈക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച അതേ നിസ്കാരം നമ്മളെല്ലാവരും നിസ്കരിക്കേണ്ടി 20. ഇപ്പോൾ ചില ഉസ്താദുമാരുടെ ഇടയിൽ ഈ തറാവീഹിൻ്റെ 2 റക്അത്ത് സലാം വീട്ടിയാൽ ഫളൻ മിനല്ലാഹി വലിയമാറി, 4ാമത്തെ റക്അത്തിൽ സലാം വീട്ടിയാൽ 2 റക്അത്തിൽ സലാത്ത് ചെല്ലും. എന്നാൽ ഉമർ റളിയല്ലാഹു അത് ആ സലാത്ത് ചെല്ലൽ സുന്നത്ത് പ്രത്യേകം ഉണ്ടോ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അങ്ങനെ വെറും തറാവി 20 റക്അത്തായിട്ട് നിസ്കരിക്കുകയാണോ? ഇടയിൽ മറ്റു വല്ല ദിക്റുകളും കൊണ്ടുവന്നിരുന്നോ എന്നൊരു സംശയമുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം സാധാരണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ 33 ചൊല്ലും. ആ കൂട്ടത്തിൽ തന്നെ ചില ഉസ്താദുമാർ ചില ഭാഗത്തുള്ള ചില പള്ളികളിലും ഇലാഹനാന്നും മറ്റു കുറേ ദിക്റുകളും ചൊല്ലുന്നുണ്ട്. അതിനും പ്രത്യേകമായി സുന്നത്തായിട്ട് എന്തെങ്കിലുമായിട്ട് പ്രത്യേക തെളിവുകൾ ഉണ്ടോ എന്നുള്ളത് ഉസ്താദ് പറഞ്ഞ തിരക്കില്ലേ? കഴിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ 20 റക്അത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ അവർ ചൊല്ലിയിരുന്നു, എന്തൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഹദീസുകളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ കാലത്ത് നടപ്പുള്ള നമ്മുടെ നാട്ടിലെയും ഹറമൈനിലെയും ഒക്കെ നമസ്കാരത്തിൽ തറാവീഹുകൾക്കിടയിൽ ചൊല്ലുന്ന സ്വലാത്തുകളെ സംബന്ധിച്ച ഫതാവകളിൽ ചോദ്യങ്ങളും മറുപടികളും ഇബ്നു ഹജർ ഹൈതമി തുടങ്ങിയിട്ടുള്ള വലിയ ഇമാമുകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്തും ഇന്നും തുടർന്നു വരുന്ന അതേ ചര്യകളൊക്കെ പുണ്യകർമ്മമാകുന്നു വിശ്രമത്തിനിടയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു പ്രത്യേകമായ സുന്നത്ത് എന്ന് പറഞ്ഞുകൂടെങ്കിലും തറാവീഹിൻ്റെ റക്അത്തുകൾക്കിടയിൽ നടത്തുന്ന സ്വലാത്ത് പുണ്യകർമ്മവും കൂലി കിട്ടുന്നതുമാകുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഫത്വയുണ്ട്. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകൾക്കിടയിൽ പല വിറുതുകളും പലർക്കും ഹദീസുകളിൽ നിന്ന് കിട്ടിയത് കാണും. ചിലർക്ക് അവരുടെ ഗുരുമഹത്തുക്കളിൽ നിന്ന് കിട്ടിയ ഇജാസത്ത് പ്രകാരമുള്ള വാക്കുകൾ കാണും. അതൊക്കെ ചൊല്ലുന്നവർ ചൊല്ലുന്നെങ്കിൽ അതൊക്കെ അവർക്ക് പുണ്യമാകുന്നു, അതിനൊന്നും പുണ്യക്കേട് വരുന്നില്ല. അങ്ങനെ തന്നെ ഹദീസിൽ കാണണമെന്നില്ല. ഗുരുവര്യന്മാരിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടുന്നത് ഉദ്ധരിച്ച് ചെല്ലുന്നവരുണ്ടാവും. നിങ്ങൾ ചോദിച്ച ഇലാഹന എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിൽപ്പെട്ടതാകാം. പക്ഷെ അങ്ങനെ സുന്നത്താണെന്ന് നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇലാഹനാന്ന് ചിലപ്പോൾ ചെല്ലുന്നത് ഏതെങ്കിലും ഇമാമിയങ്ങൾ അവരുടെ ഗുരുവര്യന്മാരിൽ നിന്ന് കിട്ടിയ പദങ്ങൾ അനുവർത്തിച്ചു വരുന്നതാകാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല. വ്യക്തമായി അത് സുന്നത്താണെന്ന് കിതാബിൽ എവിടെയും കണ്ടിട്ടില്ല. സംശയം കഴിഞ്ഞില്ലേ? അസ്സലാമു അലൈക്കും. തിങ്കളാഴ്ച നോമ്പൊക്കെ സുന്നത്താണെന്ന് നബി പറഞ്ഞു. അത് റസൂൽ ജനിച്ച ദിവസമായതുകൊണ്ടല്ലേ?
അപ്പോൾ അന്ന് നമ്മൾ ഈ അന്നദാനമൊക്കെ ചെയ്യൽ ശരിയാവുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്നത് ശറയിലെ ഒരു അടിസ്ഥാനം കൊണ്ട് സ്ഥിരപ്പെട്ട ശരിയായ സുന്നത്താണ്. ആ സുന്നത്തിൻ്റെ കാരണം എന്താകുന്നു എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞ അന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന ഹദീത്ത് ഇമാം മുസ്ലിം നിവേദനം ചെയ്തതുമാണ്. അതടിസ്ഥാനത്തിൽ നബിയുടെ പ്രസവത്തിൻ്റെ നാൾ എന്ന നിലക്ക് നബിയുടെ പ്രസവം മൂമിനീങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന നിലക്ക് നന്ദി രേഖപ്പെടുത്താൻ നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ആ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതും സുന്നത്താണെന്ന് ഫുഖഹാവ് പറഞ്ഞതുകൊണ്ട് തിരിഞ്ഞതും. നോമ്പിന് കഴിയാത്ത ആളുകളും അല്ലെങ്കിൽ നോമ്പിന് മടിയുള്ള ആളുകളും സ്വതക്ക എന്നറിയുന്ന സുന്നത്ത് ചെയ്താലും അത് മോശമൊന്നുമല്ല. നോമ്പ് പോലെ തന്നെയാണ് സ്വതക്ക. സ്വതക്ക എന്നതാണല്ലോ ചോറിച്ചെടുക്കൽ. അപ്പോൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, സാധുക്കൾക്ക് പൈസ കൊടുക്കുക എന്ന സ്വതക്കകൾ നോമ്പ് മടികൊണ്ട് ചെയ്യാത്തവരോ അല്ലെങ്കിൽ നോമ്പ് അസഖ്യമാകുന്നവരോ ആയ ആളുകൾ ചെയ്യുന്ന പുണ്യകർമ്മമാണ്. നോമ്പിന് നോമ്പിൻ്റേതായ പുണ്യവും സദക്കത്ത് സദക്കതായുടെ പുണ്യവും കിട്ടും. രണ്ടും നല്ല പുണ്യകർമ്മങ്ങളാണ്. നിങ്ങളുടെ സംശയം മനസ്സിൽ തീർന്നോ? അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടുത്തെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന 9 ഭാര്യമാരും അനുഷ്ഠിച്ചിട്ടില്ലാത്ത മൗലിദാഘോഷം, ജന്മദിനാഘോഷം, അതേപോലെ ആദ്യ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 തലമുറയും 4 മദ്ഹബിൻ്റെ ഇമാമികളും ഒന്നും ആഘോഷിച്ചിട്ടില്ലാത്ത ആ ആഘോഷം മുളഫർ രാജാവ് തുടങ്ങി വെക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ അത് സുന്നത്താകുമോ? ആകുമായിരുന്നെങ്കിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലുള്ള ഇമാം സഖാവിയെ പോലുള്ള ആളുകൾ അതേപ്പറ്റി പറഞ്ഞത് ബൽ ഹുവ ബിദ്അ അഹ്ദസഹൽ ബത്താലൂൻ യഅ്തനാ ബിഹൽ അക്കാലൂൻ എന്ന് ഇമാം സഖാവി എല്ലാം പറഞ്ഞിരിക്കുന്നതായി കാണാം. അപ്പോൾ നബിയും സഹാബത്തും താബികളും ഉത്തമ 4 മദ്ഹബിൻ്റെ ഇമാമികളും ചെയ്യാത്തൊരാചാരം ഇമാം മുളഫർ രാജാവ് തന്നെ തുടങ്ങിയാലും അത് ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നതാണ് സംശയം. സാധു, നിങ്ങൾ കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. അക്കാലൂന എന്നൊക്കെ പറഞ്ഞ ഒരു വാക്യം സഹാബി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടില്ല, ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞിട്ടില്ല. കരുന്നുണ അവരുടെ പേരിൽ കല്ലുവെച്ച നുണ കെട്ടിയുണ്ടാക്കുന്നതാണിത്. മൗലിദിനെ എതിർക്കുന്ന ചില ആളുകൾ ഉപയോഗിച്ച വാക്യം അവരെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയെ പോലുള്ള ആളുകളത്. ഇമാം സുയൂത്തി ഉദ്ധരിച്ചത് ഖണ്ഡിക്കാനാണ്. അക്കാലൂമൻ ഉണ്ടാക്കിയതാണ് ഈ കർമ്മം എന്ന് ഇമാം ഇബ്നു ഹജറും സഹാവിയും പറഞ്ഞതുകൊണ്ട് കരുന്നുണയാണ്. ഇമാം സഹാവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതിയവരും എഴുതി ഉണ്ടാക്കിയവരും ആണ്. ഇമാം സഹാബി മൗലിദിൻ്റെ ന്യായങ്ങളെ ന്യായീകരിച്ച് വളരെ വിശദമായി അത് പുണ്യകർമ്മങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഇബ്നു ഹജർ അസ്കലാനിയും അദ്ദേഹത്തിൻ്റെ കാലത്ത് മുസ്ലിമീങ്ങളിൽ നടപ്പുള്ളതായ ഈ ആചാരം പുണ്യകർമ്മങ്ങളാണ്, പുതുതായി വന്നതാണെങ്കിലും എന്ന് വിവരിച്ചിട്ടുള്ളവരാണ്. നിങ്ങളിവിടെ 2 മണിക്കൂർ നേരത്തെ പ്രസംഗവും സംസാരവും തീരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് മനസ്സിലായത്. ബിദ്അത്ത് എന്ന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണ്. സ്വഹാബത്തിൻ്റെ കാലത്തും ഇല്ലാത്തതായാലും ഉണ്ടായാലും മദ്ഹബിൻ്റെ ഇമാമുകളുടെ കാലത്തും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്നലെ മിനിഞ്ഞാന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഉള്ളതൊക്കെ ബിദ്അത്താവും. നബിയുടെ കാലത്തില്ലാത്തതായാൽ മതി. അത് വിവരിച്ച ആളാണ് ഇബ്നു ഹജർ അസ്ഖലാനി. ആ ബിദ്അത്ത് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം സുന്നത്തായ കർമ്മങ്ങളിൽ പെടുമെങ്കിൽ അതിന് സുന്നത്ത്, അതായത് കൂലി ആഖിറത്തിൽ കിട്ടുന്ന സുന്നത്ത് എന്ന് പറയും എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷാഫി മദ്ഹബിൽ ഇത് സംബന്ധിച്ച് ഫത്വ ചെയ്തവരൊക്കെ പറഞ്ഞത്. അതിൽ അല്ലാമ നവവിയുടെ ഗുരു അല്ലാമ അബൂഷാമയുടേത് ഞാനിവിടെ വായിച്ചു. നബി ഇമാമിൻ്റെ കാലത്തും തുടങ്ങിയിട്ടുണ്ട് മൗലിദ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ആ ഫത്വ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അതിൽ പ്രത്യേകമായി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമാമുകളൊക്കെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിൽ ഷാഫി മദ്ഹബിൽ ഈ വിവരമുണ്ട്. അവരൊക്കെ വിവരിക്കുന്നത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ അത് ബിദ്അത്താണ്. പക്ഷേ ബിദ്അത്താണെങ്കിലും കൂലി കിട്ടുന്നതും ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതും എന്ന അർത്ഥത്തിൽ സുന്നത്താണ്. ഇതായിരുന്നു ഞാൻ ഒരുപാട് നേരം വിവരിച്ചത് ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത്തരം ഒരു ബിദ്അത്തായ പുണ്യകർമ്മമായി ആഖിറത്തിൽ കൂലി കിട്ടുന്ന കർമ്മമാണ് മൗലിദ് എന്ന്
ഇൽമു കൊണ്ട് നിറഞ്ഞ വിജ്ഞാന സമുദ്രങ്ങളായ ഷാഫി മദ്ഹബിലെ വലിയ മുഹദ്ദിസുകളും മുഫസ്സിറുകളും ഫുഖഹാവുമായ ഉലമാക്കൾ വിവരിച്ചതിനെ പറ്റി നബിയുടെ കാലത്തില്ല, സിദ്ദീഖ് എന്നവരുടെ കാലത്തില്ല, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തില്ല, ആയിഷ ബീവിന്റെ കാലത്തില്ല എന്നത് നിലനിൽക്കുന്ന പ്രമാണമല്ല. അവരുടെ കാലത്തില്ലാത്തത് കൊണ്ട് ഹറാമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരുടെ കാലത്തില്ലാത്തത് ഹറാമാണ് എന്ന് മനസ്സിലാകുന്ന ഏതെങ്കിലും ഹദീസോ മറ്റോ നിങ്ങൾക്ക് കുറെ പഠിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ വെല്ലുവിളിക്കല്ല, കുറെ നിങ്ങൾ മനസ്സിലാക്കുന്ന വായിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നബിയുടെ കാലത്തില്ലാത്തത്, ആയിഷ ബീവിന്റെ കാലത്തില്ലാത്തത്, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തില്ലാത്തത്, സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തത് എങ്കിൽ അത് ഹറാമാകും, അനാചാരമാകും എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്ധരണിയിൽ ഇതുവരെ വായിച്ച് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങൾക്കൊന്ന് പറയും, ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? നബിയിൽ നിന്നും സഹാബത്തിൽ നിന്നും മാതൃക ഇല്ലാത്തതിന് തന്നെയല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്? അല്ല, നബി സ്വഹാബത്ത് ആചരിക്കാത്തതിന് സ്വഹാബത്തിന് നിങ്ങളതിൽ വെറുതെ കൂട്ടി, അതാരും പറഞ്ഞിട്ടില്ല. അത് വഹാബികൾ മാത്രം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ബിദ്അത്തിന്. ബിദ്അത്തിന്റെ നിർവചനം ഞാനിവിടെ വളരെ വ്യക്തമായി ഇമാം നവവിയെയും അല്ലാമ അബൂ ശാമയെയും ഇബ്നു ഹജറിനെയും ഒക്കെ ഉദ്ധരിച്ചിട്ട് വിവരിച്ചു. ഒന്നുകിൽ വിവരിക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, ഇജ്മാഇനോ സുന്നത്തിനോ കിതാബിനോ അസറിനോ വിരുദ്ധമായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെയുള്ളതല്ല മൗലിദ് എന്ന് ഇത് വിവരിച്ച എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ബിദ്അത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാ. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ആയിഷ ബീവിന്റെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്തുണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും നബിയുടെ കാലത്തില്ലയോ അതൊക്കെ ബിദ്അത്താണ് എന്നാ പിന്നെ ഒരു നിർവചനം. ആ നിർവചന പ്രകാരം ഇവരുടെ ഒന്നും കാലത്തില്ലാത്തത് ഹറാമാകുന്നു എന്നത് നിർമ്മിച്ചുണ്ടാക്കപ്പെടുന്നതാണ്. ഒരു കിതാബിലും അതിന് രേഖയില്ല. അതാരെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അൽ ഹാവി എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് സുഹൃത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഹാവി കാണിച്ച രണ്ടും നിങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാം ഭാഗം. എന്താണ് ഹാവിയിൽ ഫത്താവ എന്ന കിതാബ്? ഇതാ ഹാവി എന്ന കിതാബിൽ ഒന്നാം ഭാഗം കാണിച്ച ഹാവി എന്ന കിതാബിൽ മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന തൻ്റെ ലഘു കിതാബിനെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സ്വതന്ത്ര രചനയാണ് റിസാല. ആ റിസാലയെ ഹാവി എന്ന കിതാബിലെ 1-ാം വാള്യം 189 മുതൽ 197 വരെ പേജുകളിലായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരണിയിൽ ഫാക്കിഹാനി എന്ന് പറയുന്ന ഒരാൾ നിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്തു. അയാൾ മാലിക്കി മദ്ഹബുകാരനാണ്. മാലിക്കി മദ്ഹബുകാരനായ ഫാക്കിഹാനി എന്ന ഒരാളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഭാഗമാണ് നിങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതൊക്കെ. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭാഗം എടുത്തിട്ട് പറയും ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു. കള്ളമാണത്. വഹാബികൾ പറയുന്ന കല്ല് വെച്ച നുണ. ഹാവിയിൽ ഈ പറയുന്നത് ഫാക്കിഹാനി പറയുന്നു ഇങ്ങനെ, അത് ഗണനാർഹമാകുന്നു. പ്രമാണങ്ങളില്ലാന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, പ്രമാണങ്ങളുണ്ട്. അക്കാലൂനെ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ഫാക്കിഹാനി പറയുന്നു. അല്ല, സവ്വൃത്തരായ നല്ല മനുഷ്യന്മാരുണ്ടാക്കിയതാകുന്നു. ഇങ്ങനെ സമർത്ഥിക്കുന്നിടത്ത് നിന്ന് ഫാക്കിഹാനി പറയുന്നു എന്ന ഭാഗം മാത്രം കല്ല് വെച്ച് നുണ പറയാനായിട്ട് എടുക്കുക. എന്നിട്ട് ഫാക്കിഹാനി പറയുന്ന ഭാഗ്യം ഒഴിവാക്കിയിട്ട് ഇമാം ഹാവിയിൽ സുയൂത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇതൊരു വളരെ ഗൂഢമായ തന്ത്രമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നാൽ ഞാനത് വ്യക്തമായി കാണിച്ചു തരാം. ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദി എന്ന കിതാബ്, അതാണ് ഹാവിയിലുള്ളത്. അല്ലാതെ ഒന്നും മൗലിദിനെ കുറിച്ച് അതിൽ മൂപ്പർ സമർത്ഥിക്കുക ചെയ്യുന്നത് നല്ല സമർത്ഥനം. അദ്ദേഹത്തിന്റെ സമർത്ഥനം തന്നെ വൽ ജവാബ്, തുടക്കം തന്നെ നോക്കി. വൽ ജവാബ് عندي أن أصل عمل المولد الذي هو اجتماع الناس وقراءة ما تيسر من القرآن ورواية الأخبار الواردة في مبدأ عمد النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك
ഹുവ മിനൽ ബിദഇൽ ഹസനത്തില്ലതി യുസാബു അലൈഹാ സ്വാഹിബുഹാ ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൽഹാറിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബിമലൂദിഹി ശരീഫ് എന്ന. ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ്? അദ്ദേഹം പറയാം ഇതിന്റെ ഉത്തരം, അന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുവ ഇജ്തിമാഉൻ നാസി. അമലുൽ മൗലിദ് എന്ന മൗലിദ് കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? അമലുൽ മൗലിദ് ജനങ്ങൾ ഒത്തുകൂടുന്നു. ഖിറാഅത്തു തയസ്സറ മിനൽ ഖുർആൻ, അത്യാവശ്യം ഖുർആനിൽ നിന്ന് അവർക്ക് സൗകര്യപ്രദമായി ഓതുന്നു. റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരിൻ നബി, നബി തങ്ങളുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളെ കുറിക്കുന്ന ഹദീസുകൾ ഉദ്ധരിക്കുന്നു. വമാ വഖഅ ഫീ മൗലിദിഹി, നബിയുടെ ജന്മസമയത്തുണ്ടായിട്ടുള്ള മിനൽ ആയാത്ത്, മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളുമായ സംഭവങ്ങളും ഉദ്ധരിക്കുന്നു. സുമ്മ യുമദ്ദു ലഹും, എന്നിട്ട് മൗലിദ് ഓതിയ ആളുകൾക്ക് വേണ്ടി നിവർത്തപ്പെടുന്നു. സിമാത്തുൻ, ഭക്ഷണത്തിന്റെ സുപ്രകൾ, യൗക്കുലൂനഹു വയൻസരിഫൂന, എന്നിട്ട് അത് തിന്നിട്ട് അവർ പിരിയുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇതിലപ്പുറം ഒരു പ്രവൃത്തിയും ദുഷിച്ച കർമ്മവും അതിലില്ല. ഇത്തരം നല്ല കർമ്മങ്ങൾ അടങ്ങുന്ന അമലുൽ മൗലിദിന്റെ അസ്ല് ഹുവ മിനൽ ബിദഇൽ ഹസനത്തി, അത് നല്ല പുതിയ ആചാരങ്ങളിൽപ്പെട്ടതാണ്. അല്ലത്തി യുസാബു അലൈഹാ സ്വാഹിബുഹാ, അത് ചെയ്യുന്ന ആൾക്ക് പ്രതിഫലം കിട്ടപ്പെടും, അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും, പുണ്യകർമ്മമാണ്. ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം മഹത്വപ്പെടുത്തലാണ് ഈ കർമ്മത്തിലുള്ളത്. വഇൽഹാറിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബിമൗലിദിൽ ശരീഫ്, നബി ജനിച്ചതുമായി ബന്ധപ്പെട്ട സന്തോഷം വെളിപ്പെടുത്തലുമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ഇത് പ്രതിഫലാർഹമാണ്, പുതിയ ആചാരമാണെങ്കിലും എന്നാണ് ഹാബിയുടെ പ്രവാസൻ ഇമാം സുയൂത്തിയുടെ ഫത്വയുടെ തുടക്കം തന്നെ. പിന്നെ അദ്ദേഹം ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഭാഗത്ത് ചിലർ പറഞ്ഞത് ഗണ്ണിക്കുന്നുണ്ട്. അതിനെയാണ് സഹാബി പറഞ്ഞതെന്ന് നുണ പറയുന്നത്, ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞെന്ന് നുണ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ഇമാമികൾ എവിടെയും ഉദ്ധരിച്ചിട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ച ആളാണെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. രണ്ട് മണിക്ക് അവസാനിപ്പിക്കണം. ഹലോ, ഞാൻ ചോദിച്ചതിനല്ലല്ലോ ഉസ്താദ് ഇത്രയും ദീർഘനേരം ഉത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റസൂലും സഹാബത്തും താബികളും കാണിക്കാത്തൊരു വിഷയം ഇസ്ലാമിൽ സുന്നത്താകുമോ എന്നുള്ള ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആണ് എങ്കിൽ, അങ്ങനെ ആകും എന്നുണ്ടെങ്കിൽ എന്ത് ഈ സുന്നത്തിന് എന്താ നിർവചനം അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇമാം സഹാബി പറഞ്ഞോ, ഞാൻ ഇമാം സഹാബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇമാം സഹാബിയും ഇതിനെ എതിർത്തിട്ടുണ്ട്, പിന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എതിർത്തിട്ടുണ്ട്. ഈ പിന്നെ സഹാബിയുടെ റിപ്പോർട്ടായിട്ട് ഹാബിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വിഷയമല്ല വിഷയം. രണ്ടാമത് അവസാനത്തിൽ ഞാൻ സുഹൃത്ത് വളരെ ആസൂത്രിതമായി സമയം കളയാൻ വേണ്ടി മെനക്കെടാന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ സംസാരം മുഴുവൻ നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഒന്നുമില്ലാത്തതാണെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് പ്രതിഫലാർഹമായ സുന്നത്ത്, വാജിബിന്റെ മാറ്റത്തിൽ സുന്നത്ത്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടില്ലേ? വാജിബിന്റെ മാറ്റത്തിൽ പ്രതിഫലാർഹമായതിന് സുന്നത്ത് എന്ന് പറയും. അത് നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥത്തിൽ ബിദ്അത്താണെങ്കിലും പ്രതിഫലാർഹമായത്, പുണ്യമുള്ളത്, ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടത് എന്ന അർത്ഥത്തിൽ സുന്നത്താകും എന്നാണ് ഇവിടെ ഇത്രയും മണിക്കൂറുകൾ സംസാരിച്ചതിൻ്റെ രത്ന ചുരുക്കം. അത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ പിന്തു അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആരാണോ പ്രമാണങ്ങളിൽ സുന്നത്ത് എന്ന് വിധി കൽപ്പിക്കുന്നത്? കർമ്മശാസ്ത്രത്തിലെ ഉലമാ ആണ്. അവർ പറയുന്നു നബിയുടെ കാലത്തില്ലെങ്കിലും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടാൽ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ സുന്നത്ത് എന്നതിൻ്റെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം സുന്നത്താകും എന്ന്. ബിദ്അത്തിന്റെ മാറ്റത്തിലുള്ള സുന്നത്തല്ല. സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ. ഇത് ബിദ്അത്ത് ബല ആസൂത്രിതമായ ശ്രമം കൊണ്ട് വരുന്ന കുഴപ്പമാണ്. നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ട് കുറെ തെറ്റിദ്ധരിച്ചു. ബിദ്അത്ത് എന്നാൽ നബിയുടെ കാലത്തില്ലാത്തത്. നബിയുടെ കാലത്തില്ലാത്തത് എന്ന അർത്ഥമാണെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് പുണ്യം കിട്ടുമെന്ന് തെളിഞ്ഞാൽ അതൊന്നുകിൽ വാജിബാകും അല്ലെങ്കിൽ സുന്നത്താകും എന്ന് ഇമാമികളെ ഉദ്ധരിച്ച് ആരാണോ സുന്നത്ത് പറയാറ്, ആരാണോ വാജിബ് പറയാറ്, ആ ഇമാമുകളെ ഉദ്ധരിച്ചാണ് ഞാൻ സമർത്ഥിച്ചത്. അതിനിടയിൽ നിങ്ങൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ നബിയുടെ കാലത്തും മറ്റും ഇല്ലാത്ത ബിദ്അത്താണ്, അഖാലൂന ഉണ്ടാക്കിയതാണ് എന്ന് സഹാബി പറഞ്ഞു എന്നാണ്. ഇമാം സഹാബി എന്നത് ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനിയിൽ നിന്നും ശരിക്കും ഇൽമു പഠിച്ച് മൗലിദിനെ ന്യായീകരിച്ച് മൗലിദിന്റെ കിതാബുകൾ നമുക്ക് വിവരിച്ചു തന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി മൗലിദിൽ ചൊല്ലിയ ബെയ്ത്തുകൾ നമുക്ക് ഉദ്ധരിച്ചു എന്ന ഇമാമാണ്. നിങ്ങൾക്ക് സഹാബിയെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരോ പറയുന്നത് കേട്ട് സഹാബിനെ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ ഏതോ ഒരാളെ ഉദ്ധരിച്ചത് ഞാൻ പറഞ്ഞു ഫാക്കിഹാനി എന്ന് വ്യക്തമായും പറഞ്ഞു. ഫാക്കിഹാനി മാലിക് മദ്ഹബുകാരനായ ഒരാളാണ്.
അദ്ദേഹം ഉണ്ടാക്കിയതിനെയും എതിർത്തതിനെയും ശരിക്കും ഖണ്ഡിച്ച് ന്യായയുക്തമായി സമർത്ഥിച്ച ഇമാം സുയൂത്തിയുടെ രചനയാണ് ഞാൻ ഈ വായിച്ചത്. അത് ഹാവിന്നാ വായിച്ചത്. നിങ്ങൾ ചോദിച്ചത് ഹാവിയിലില്ലേന്നാ. ആ ഹാവിയിൽ അത് ഇല്ലാന്ന് വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് വായിച്ചു എന്നിട്ടും നിങ്ങൾ പറയുന്നു നിങ്ങൾ ചോദിച്ചതിനല്ല മറുപടി. ഇതെന്ത് പൊതുമാ സമയം വെറുതെ കളയാണോ? അഥവാ ഞാൻ സഹാബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതാണ്. അതും തെറ്റാണ്. അത് മാത്രമല്ല തെറ്റ്, അത് മാത്രമല്ല തെറ്റ്. ഫാക്കിഹാനെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഫാക്കിഹാന് പറഞ്ഞതിനെ ഗണ്ണിച്ചിട്ടുണ്ട്, സുന്നത്താണ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാക്കിഹാന് പറഞ്ഞത് തെറ്റാണ്. ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ചത് ഉസ്താദിനോട് പറഞ്ഞ പോലെ എന്താണ് സുന്നത്തിന്റെ നിർവചനം എന്തായിരുന്നു? ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസതുകും ബി വമാ മിൻ ഷൈഇൻ യുബീദുക്കും അനിൻ നാർ ഇല്ലാ ഖദ് ഹദ്ദസതുകും ബി. അപ്പം നന്മയായിട്ട് എന്തൊക്കെ ഉണ്ടോ, സ്വർഗ്ഗം കൊള്ളം നമ്മെ അടുപ്പിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും. മാത്രമല്ല നബിക്കും സഹാബത്തിനും അതുപോലെ ഈ നിങ്ങൾ പ്രസംഗിക്കരുത്. നിങ്ങൾക്ക് എന്താ സംശയം പറഞ്ഞു? നിങ്ങൾ സംശയം മാത്രം ചോദിച്ചാൽ മതി. സംശയം മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്. സംശയം മാത്രം ചോദിച്ചാൽ മതി. ആ ഹദീസ് സൂചിപ്പിച്ചാൽ ഞാൻ പറയാം. എനിക്കറിയാം. നിങ്ങൾ പ്രസംഗിക്കാൻ ഞങ്ങളെ ചെലവിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പറ്റില്ല. അല്ല, ഞങ്ങളൊക്കെ വിദ്യാളാക്കിയാണ്. നിങ്ങളിതിന് അവസരം തന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ സഹാബി മാറി ഫാക്കിയാനി പറഞ്ഞു എന്നുള്ളതിന് പകരം സഹാബി എന്നായി പോയതിലല്ല. നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ നോട്ടീസിൽ പലരും എഴുതി തരുന്നത് വായിച്ച് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചതാണ്. ഈ ഹദീസും അങ്ങനെ തന്നെ. ആ മൈക്ക് വാങ്ങി നിങ്ങൾ പ്രസംഗിക്കാൻ തരില്ല. ചോദ്യം മാത്രം. സുഹൃത്ത്, നിങ്ങൾ വെറുതെ പ്രസംഗിക്കായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഹദീസിനെ പറ്റി ഞാൻ പറയാം. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചിട്ടുണ്ട്, നരകത്തൊട്ട് അകറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്ന എല്ലാ പുതിയ സംഭവങ്ങളുടെയും വിധി അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചിട്ടുണ്ട് എന്നാണോ അതിൻ്റെ അർത്ഥം? നബിക്ക് വിധി വിവരിക്കുന്ന ജോലിയായിരുന്നു? അല്ല. വിധികൾക്കെല്ലാം പ്രമാണമാകുന്ന ഖുർആനും സുന്നത്തുമാണ് നബി വിവരിച്ചത്. ഖുർആൻ സുന്നത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട്. നിങ്ങളുടെ സംശയത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സാധാരണക്കാരെ കൂടി ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് പറയാണ്. നബി തങ്ങൾ 23 കൊല്ലക്കാലം കൊണ്ട് നടത്തിയ നിർവഹണം എന്താണ്? ഖുർആനും സുന്നത്തും എന്ന ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് തരികയാണ്. ഇസ്ലാമിക വിധികളല്ല. ഇസ്ലാമിക നിയമങ്ങളും പ്രമാണങ്ങളും രണ്ടാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന ജോലിയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ നരകത്തിലേക്ക് തെറ്റിക്കുന്ന എല്ലാ കാര്യത്തെ തൊട്ടും ഞാൻ നിങ്ങളെ വിരോധിച്ചിട്ടുണ്ട്, പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വിവരിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിയമങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും അത് നമുക്ക് വിവരിച്ചു തന്നതും നിയമവിശാരദന്മാരായ പണ്ഡിതന്മാരാണ്. ഇതിനെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ വിശദീകരിക്കുന്ന ജോലി നമ്മളെ അഡ്വക്കറ്റുമാരാ നിർവഹിക്കുക. നിയമങ്ങൾ അവർക്ക് അറിയാം. ഭരണഘടനയിൽ നിയമമില്ല. ഇതുപോലെ ഇസ്ലാമിൻ്റെ ഭരണഘടനയാണ് ഖുർആനും സുന്നത്തും. അത് പ്രമാണം മാത്രമാണ്, മൗലികം. അതിനെ വച്ച് ഗവേഷണം ചെയ്ത് കണ്ടെടുക്കുന്നതാണ് ഇസ്ലാമിലെ വിധികൾ. അപ്പൊ നിങ്ങൾ വിവരിക്കുന്ന ഹദീസ് വെച്ച് എല്ലാ ഇസ്ലാമിൻ്റെ വിധികളും ഞാൻ വിവരിച്ചു തന്നിട്ടുണ്ട് എന്ന് നബിതങ്ങൾ വിവരിച്ച ഹദീസിന്റെ അർത്ഥം പറയാൻ പാടില്ല. കാരണം വിധി വിവരിക്കുന്ന ജോലി നബി നടത്തിയിട്ടില്ല. വിധികൾക്ക് ആധാരമാകുന്ന അവലംബമാകുന്ന പ്രമാണങ്ങളാണ് നബിതങ്ങൾ നൽകിയത്. അപ്പൊ ഖുർആനും സുന്നത്തും നബി വിവരിച്ചു. ആ പ്രമാണങ്ങളിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള കർമ്മങ്ങളുടെ വിധികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്ക് അവർ വിവരിച്ചതാണ് മൗലിദിനെ കുറിച്ചും മറ്റും നമ്മളെ ഇമാമുകൾ ഉദ്ധരിച്ചത് ഞാനിവിടെ വായിച്ചത്. ജന്മദിനാഘോഷം സുന്നത്താണെന്നാണോ ബിദഅത്താണെന്നാണോ ഉസ്താദിന്റെ അഭിപ്രായം? ജന്മദിനാഘോഷം എന്നത് ആരെ ജന്മദിനം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം സുന്നത്താണോ അതോ ബിദഅത്തോ? സുന്നത്തുമാണ്, ബിദഅത്തുമാണ്. ഒരുപാട് തവണ ഇവിടെ ചർച്ച ചെയ്തു, അത് ഇവിടെ അവസാനിപ്പിക്കും. സുന്നത്തുമാണ്, ബിദഅത്തുമാണ്. എങ്കിൽ സുന്നത്താണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസികളായിട്ടുള്ള സഹാബത്തിനൊന്നും അവിടെയാണ് നിങ്ങൾക്ക് തെറ്റു സുഹൃത്തെ. സുന്നത്താണ് പറഞ്ഞത് ഹുക്കുമാണ്, വാജിബല്ല, പുണ്യം കിട്ടുന്ന കർമ്മമാണ്. ബിദഅത്താണെന്ന് നബിയുടെ കാലത്തില്ലാത്തതാണ്. ഇത് രണ്ടും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത്ര തവണ പറഞ്ഞു തന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും സഹോദര? നിങ്ങൾ കുറെ തെറ്റിദ്ധരിച്ചത് മനസ്സിൽ ഉറച്ചുപോയി. അദ്ദേഹത്തിന് കൊടുത്തോളി, സംശയം ഉണ്ടെങ്കിൽ കൊടുക്കുക, പ്രശ്നമല്ല.
ഇത് വിഷയത്തെ തീരണം. ഉസ്താദെ, ഇത് സമയം കളയരുത്. ഒരു സെക്കൻഡ്. ഇത് പരലോകത്തേക്കുള്ള വിഷയമാണ്, ആരും വാശി തീർക്കുന്ന വിഷയമല്ല. അല്ല, അത് ബോധത്തോടുകൂടിയാണ് പറയുന്നത്. എനിക്ക് ഉസ്താദ് ഒരു സഹായം ചെയ്യണം, ഉസ്താദിന്റെ നമ്പർ ഒന്ന് തരണം, എനിക്ക് ഉസ്താദിനെ നേരിട്ട് കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാം, ഇത് ആഖിറത്തിലേക്കുള്ള വിഷയമായതുകൊണ്ട് അത് ശരിയാണെന്ന് പ്രമാണം കൊണ്ട് ബോധ്യപ്പെട്ടാൽ ദീനിന്റെ എല്ലാ കാര്യവും ഞാൻ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തും, യാതൊരു വാശിയും വൈരാഗ്യമില്ലാതെ. അതേസമയം പ്രമാണം കൊണ്ട്, ഖുർആൻ കൊണ്ട് സുന്നത്തുകൊണ്ട് സ്ഥിരപ്പെടണം, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആയില്ല. അതുകൊണ്ട് നമുക്ക് നേർക്ക് നേരം എന്താ പറയുക, നമുക്ക് വീട്ടിൽ വെച്ചിട്ട് സംസാരിക്കാം, എൻ്റെ വീട്ടിലായാലും ഉസ്താദിൻ്റെ വീട്ടിലാക്കാം. അതിനൊരു സൗകര്യം ചെയ്തു തരണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. സഹോദര, നിങ്ങൾ ക്ലിപ്പിങ്ങിന് വഴി ഉണ്ടാക്കുന്ന ജോലിയായിട്ട് നമ്മളെ സമയം കളയരുത്. ഈ ക്ലിപ്പിങ്ങിന് ജോലി ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ എന്തെങ്കിലും പറയുന്നത് കണ്ടന്റ് എടുക്കും, എന്നിട്ട് വഹാബിയക്ക് നാളെ പ്രസംഗത്തിന് ക്ലിപ്പിംഗ് കൊടുക്കാനാണ്. ആ ഇടപാടല്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളിവിടെ 2 മണിക്കൂർ സംസാരിച്ചത് കേട്ടില്ലേ? ബിദ്അത്തിന്റെ ഇസ്ലാമികവും അനിസ്ലാമികവും എന്ന 2 വിഭജനത്തെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഇപ്പൊ ബിദ്അത്താണ് സുന്നത്താണ് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ അമ്പരന്നു. അപ്പോൾ ബിദ്അത്തും സുന്നത്തും ഒത്തുവരുന്നത് നിങ്ങളുടെ ചിന്തയിലേ ഇല്ല. അതുകൊണ്ട് പാവപ്പെട്ട സുഹൃത്ത്, നല്ലപോലെ പ്രമാണങ്ങൾ തിരിയുന്ന നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലോ സുന്നി പണ്ഡിതന്മാരുടെ മുമ്പിലോ നിങ്ങൾ സംസാരിക്കാനും സംവാദം നടത്താനും കാര്യം ചർച്ച ചെയ്യാനും നിങ്ങളൊരു അവസരം തരുമെങ്കിൽ വളരെ റാഹത്താവും. ഞങ്ങൾ ഇതുപോലത്തെ നേർക്കുനേർ പരിപാടികളിൽ എപ്പോഴും പറയാറുള്ളതാണ്, കേരളത്തിലെ വഹാബി വിഭാഗത്തിൻ്റെ മുടിചൂടാമന്മാരായി ഇവിടെ ഇപ്പോൾ പറയുന്ന മുജാഹിദ് വിഭാഗത്തിലെ 2 ഗ്രൂപ്പിൽപ്പെട്ട ആരാണെങ്കിലും ഈ നേർക്കുനേര് റോട്ട് കൊണ്ടുപോയി പൊളിച്ചെഴുതണ്ട, ക്ലിപ്പം വെച്ചിട്ട് തോന്നിയാസം പറയേണ്ട. നിങ്ങൾക്ക് IDF സംഘടിപ്പിക്കുന്ന ഇതേ IDFിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങളുമായി സംവദിക്കാം. നിങ്ങൾ പലരുമായി സംവദിക്കുന്നുണ്ടല്ലോ, ആ രീതിയിൽ നിങ്ങളുടെ പണ്ഡിതന്മാർ സംവദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരിൽ നിന്നൊരു എഴുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു ചെറിയ സേവനം നിങ്ങൾ ചെയ്തു തരണമെന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറയുന്നു. ഇനി ആ സുഹൃത്തിന് കൊടുക്കണ്ട, ഇനി വേറെ ആർക്കും കൊടുക്കും. അത് ക്ലിപ്പിങ്ങിന് വഴി ഉണ്ടാക്കുകയാണ്. സമയമായി. അസ്സലാമു അലൈക്കും. പിന്നെ ഇസ്ലാമികപരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു സ്ത്രീകൾക്ക് മാത്രം ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് ഉസ്താദിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പരപുരുഷന്മാർ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ ഇസ്ലാമികപരമായി പഠിച്ച ഒരു സ്ത്രീകൾക്ക് മാത്രം സംഘടിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? അതിന് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിക കാര്യങ്ങളിൽ പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. പെണ്ണിൻ്റെ ശബ്ദം മോഹത്തോടുകൂടെ കാമവികാരത്തോടുകൂടെ കേൾക്കുന്നുണ്ടെങ്കിലേ അത് ഹറാമുള്ളൂ. നിങ്ങൾ ശബ്ദം കേൾക്കാതെ എന്ന് പറഞ്ഞതിന് വേണ്ടി പറയാൻ, ശബ്ദം കേട്ടാലും കുഴപ്പമില്ല. പരപുരുഷന്മാർ പങ്കെടുക്കാതെയും പരപുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ദർശനം പോലുള്ള ഹറാമുകളൊന്നും വരാതെ പെണ്ണുങ്ങൾക്ക് മാത്രം പെണ്ണുങ്ങൾ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് ഹറാമാണ് എന്ന് പറയാൻ പറ്റൂല, കുറ്റകരമാണ് എന്ന് പറയാൻ പറ്റൂല. അതൊരു അനുവദനീയമായ സംഗതിയാണ്. ഉസ്താദിനെ ആ പറഞ്ഞതിൽ സന്തോഷം, വളരെ സന്തോഷിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് വളരെ വിവാദം നടന്നുകൊണ്ടാണ് പത്രികാൽക്കാർ താങ്കളടുത്ത് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. അസ്സലാമു അലൈക്കും. സക്കരിയ സ്വലായി വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഇമാം ഫാക്കിഹാനി മാലിക്കി മദ്ഹബിലുള്ള പണ്ഡിതനല്ലേ? ഈ ഇമാം ഫാക്കിഹാനിയൊക്കെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മദ്ഹുകളും ഒരുപാട് ഗ്രന്ഥം ഇത് വലിയ മഹാനാണ്. അപ്പം ഈ ഇമാം ഫാക്കിഹാനി മാലിക്കി മദ്ഹബുള്ള ഒരു പണ്ഡിതനാകുമ്പോൾ അദ്ദേഹം മൗലിദിനെ എതിർക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ മാലിക്കി ഫാക്കിഹാനങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? രണ്ടാമത്തെ ഒരു ചോദ്യം സക്കരിയ സ്വലായി ഇതും ചോദിച്ചോട്ടെ. ഫാക്കിഹാനി എന്നത് ഞാൻ മദ്ഹബിൻ്റെ വ്യത്യാസം പറയുന്നത് തന്നെ നമ്മുടെ മദ്ഹബും മറ്റു മദ്ഹബുകളും തമ്മിൽ പ്രമാണങ്ങളുമായി വിഷയങ്ങളെ ബന്ധപ്പെടുത്തുന്നതിലും പ്രമാണങ്ങളുമായി സ്വീകരിക്കുന്ന സമീപനങ്ങളിലും വ്യത്യാസമുണ്ട്. നമ്മൾ അനുവദനീയമാണെന്നും പുണ്യമാണെന്നും പറയുന്നത് മറ്റു മദ്ഹബുകാർ ഹറാമാണ് എന്ന് പറയുന്നതുണ്ട്. നമ്മുടെ മദ്ഹബിൽ തന്നെ ചിലർ അനുവദനീയമാണെന്ന് പറയുന്നത്, ചിലർ ഹറാമാണെന്ന് അഭിപ്രായപ്പെടുന്നതുണ്ട്. അത് കർമ്മശാസ്ത്രപരമായ ശാഖാപരമായ ഗവേഷണപരമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുന്നതിൽ വരുന്ന അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ ഫാക്കിഹാനി മൗലിദിനെ സംബന്ധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ തീർത്തും പണ്ഡിതോചിതമല്ലാത്ത ബാലിശവും വളരെ മോശം അഭിപ്രായവുമാണെന്നാണ് ഇമാം സുയൂത്തി വിവരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പണ്ഡിതനല്ലെന്ന് വരില്ല. ഏത് പണ്ഡിതനാണെങ്കിലും ബാലിശമായതും തീർത്തും മോശമായ അഭിപ്രായങ്ങൾ വരാം. അത് വലിയ പണ്ഡിതന് വന്നാൽ ജല്ലത്ത് എന്നാ പറയാം, കാല് വഴുതി വീണതാണ് എന്ന് നമ്മൾ പ്രയോഗിക്കും. ബഹുമാനപ്പെട്ട വീഴ്ച. അങ്ങനെ ബഹുമാനപ്പെട്ട വീഴ്ചയാണ് ഫാക്കിഹാനിക്ക് സംഭവിച്ചതെന്ന്
ബഹുമാനപ്പെട്ട ഹാഫിദ് സുയൂത്ത് റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുണ്ട്. ഫാക്കിഹാനി മാലിക് മദ്ഹബുകാരനാണ്, പണ്ഡിതനാണ്, പക്ഷെ വീഴ്ച സംഭവിച്ചതാണ്, തീർത്തും ബാലിശമാണ് എന്ന മഹാനവറുകൾ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയത്. ചിലവ അത് ഈ ഷിയാക്കൾ ഓരോ അനാവശ്യമായിട്ടുള്ള മൗലൂദ് കെട്ടിച്ചമച്ചപ്പോൾ അതിനെ ഖണ്ഡിച്ചതാണെന്നും പറയുന്ന ചില ഗ്രന്ഥത്തിൽ അങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട്. ശരിയാണോ ഇപ്പോൾ ഫാക്കിഹാനി? ഷിയാക്കൾ എന്ന് പറയുന്നത് നിസ്കരിക്കും ചോദിച്ചു 5 വക്ത്, അതുകൊണ്ട് നമുക്ക് നിസ്കരിച്ചുകൂടാന്നില്ലല്ലോ. ഷിയാക്കൾ മൗലൂദ് ഓതും, അത് നമ്മൾ ഓതും. ഷിയാക്കൾ 5 വക്ത് നിസ്കരിക്കും, നമ്മളും നിസ്കരിക്കും. ഷിയാക്കൾ നോമ്പ് വെക്കും, നമ്മളും നോമ്പ് വെക്കും. ഷിയാക്കൾ ചെയ്യുന്ന ഒന്നും നമ്മൾ ചെയ്തുകൂടാന്നോ? ഇനി ഷിയാക്കൾ തുടക്കം കുറിച്ചത് തന്നെ നമ്മൾ ചെയ്തുകൂടാന്നോ പറഞ്ഞുകൂടാ. നമ്മളെ പ്രമാണങ്ങൾക്ക് അനുകൂലവും പ്രമാണങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതുമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കും. ഷിയാക്കൾ ചെയ്യുന്നതും ഷിയാക്കളും നമ്മളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അലി ഇബ്നു അബീ ത്വാലിബാണ് നബി തങ്ങളുടെ ശേഷം ഖലീഫയാകേണ്ടത്. അബൂബക്കർ എന്നവരും ഉമർ എന്നവരും ആ അധികാരം അക്രമപരമായി പിടിച്ചെടുത്തതാണ് എന്ന വിഷയത്തിലാണ്. ബാക്കി കുറേ കാര്യങ്ങളിൽ നമ്മളും അവരും തമ്മിൽ യോജിപ്പുണ്ട്. അപ്പം അവർ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടോ അവരുണ്ടാക്കിയ മൗലിദ് തന്നെ ഓതി എന്നതുകൊണ്ടോ കുഴപ്പമില്ല. പണ്ഡിതന്മാർ അവരുടെ വിദണ്ഡവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇമാമുകൾ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അകപ്പെടുകയുമില്ല, ചതിപ്പെടുകയുമില്ല. ബിദ്അത്ത് ഇസ്ലാമികം അനിസ്ലാമികം എന്ന പ്രമേയത്തിൽ നടന്ന നേർക്കുനേർ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി ആദരണീയരായ ഉസ്താദ് അവറുകൾക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ പാണക്കാട് തങ്ങളവറുകൾക്കും ഈ പരിപാടി നിയന്ത്രിച്ച പ്രസിഡിയം സാദാത്തുക്കൾ ഗുരുനാഥന്മാർ എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇസ്ലാമിക് ദഅവ ഫാക്കൽറ്റിയുടെ പേരിൽ അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി സമംഗളം അവസാനിച്ചതായി അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.